സൂപ്പർ ലീഗ് കേരളയിൽ 4ാം റൗണ്ട് മത്സരങ്ങൾക്ക് അല്പസമയത്തിനകം തുടക്കം. സ്ഥാനത്തുള്ള കാലിക്കറ്റ് എഫ്സിയും തൃശൂർ മാജിക് എഫ്സിയും തമ്മിലാണ് ഇന്നത്തെ മത്സരം. ഹോം ഗ്രൗണ്ടിൽ ആദ്യ വിജയം പ്രതീക്ഷിച്ചാണ് കാലിക്കറ്റ് എഫ്സി ഇന്നിറങ്ങുന്നത്. ഷിത ജഗത്ത് തത്സമയം വിവരങ്ങൾ നൽകും. ഷിത, ഹോം ഗ്രൗണ്ടിലെ ആദ്യ വിജയമാണ് കാലിക്കറ്റ് എഫ്സി പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഗ്രൗണ്ടിലെ ആവേശം? അനിഷ, സൂപ്പർ ലീഗിൽ ഇപ്പോൾ കാലിക്കറ്റ് എഫ് സി 1ാം സ്ഥാനത്താണുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കാലിക്കറ്റ് EMS സ്റ്റേഡിയത്തിൽ ഇതുവരെ ഒരു വിജയം സ്വന്തമാക്കാൻ കാലിക്കറ്റ് എഫ് സിക്ക് സാധിച്ചിട്ടില്ല. എല്ലാ മത്സരങ്ങളും ഇവിടെ കളിച്ച ഹോം ഗ്രൗണ്ടിൽ കളിച്ച എല്ലാ മത്സരങ്ങളും സമനിലയായിരുന്നു. ഇന്നൊരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ടീം ഇറങ്ങുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഗ്യാലറിയിലാണ്. ഇതാണ് കാലിക്കറ്റ് എഫ് സിയുടെ ഫാൻ സോൺ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ നമുക്ക് കാണാം. കാലിക്കറ്റ് എഫ് സിയുടെ മുഴുവൻ ആരാധകരെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹോം ഗ്രൗണ്ടിൽ ഒരു വിജയം ഇതുവരെ ഉണ്ടായിട്ടില്ല, സമനിലയായിരുന്നു. ഇത്തവണ എന്തായി? നമുക്ക് അതിന്റെ ഒരു വിഷമമുണ്ട്. അത് നമ്മൾ ഇന്ന് നികത്തണം. ഇന്ന് നമ്മൾ എന്തായാലും ഒരു വിജയം അനിവാര്യമാണ്. വിജയിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പാടുള്ളൂ. ഇന്നത്തെ കളി എന്തുകൊണ്ടാണ് ഇത്രയും കാണികളുടെ ഒരു സപ്പോർട്ട് ഉണ്ട്, പക്ഷെ ഹോം ഗ്രൗണ്ടിൽ ഒരു വിജയം കിട്ടാത്തത് എന്തുകൊണ്ടായിരിക്കും? അതെന്താ അറിയില്ല. ഈ പ്രഷർ കൊണ്ടാണോ അറിയില്ല. എന്തായാലും ഇപ്രാവശ്യം എന്തായാലും വിജയിച്ചേ പറ്റുള്ളൂ. മസ്റ്റ് വിന്നാണ്. കാരണം ഇത്രയും കാലം നമുക്ക് എവേ ഒരു വിന്ന് കിട്ടി, ബാക്കി 2 ഡ്രോ വരുന്നത്. അപ്പൊ ഡ്രോ നമുക്കൊരു കാര്യം ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്നില്ല. മസ്റ്റ് വിന്നാണ് ഇന്നത്തെ മാച്ച് എന്നായിരുന്നു. നമ്മളിന്ന് ജയിച്ചേ പറ്റുള്ളൂ. ഫാൻസിന്റെ പവർ ഇന്ന് കാണിച്ചിട്ട് നമ്മളിന്ന് ടീം സപ്പോർട്ടായി ടീം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. നമ്മൾ ആവേശം കടലോളാം. നമ്മൾ മാക്സിമം കൂടെ നിൽക്കും. ഇന്നിപ്പോ വലിയ അത്ര ഇപ്പൊ ഏറ്റവും ലാസ്റ്റിലുള്ള ടീമാണ് തൃശൂർ മാജിക് എഫ് സി എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും കളി കാലിക്കറ്റിന്? അത് ഒന്നും പറയാൻ പറ്റൂല. കാരണം ഓരോ സമയത്ത് ഓരോ മെന്റാലിറ്റി ഓരോ പ്ലേയേഴ്സിന്. അങ്ങനെ വരുമ്പോ ടഫ് ആവാം, അല്ലെ സിമ്പിൾ ആവാം. അത് ഏരയ്ക്ക് കാണാം. ഇനി ഏരയ്ക്ക് ശേഷം കാണാം. സിമ്പിൾ ആവാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് കൊടിയൊന്നും വീശുന്നില്ലേ? ആര് ജയിക്കും? കാലിക്കറ്റ്. ഇന്നത്തെ കളി ആരായിരിക്കും? CK വിനീതിന്റെ ഫാൻസ് ഒന്നും ഇല്ലേ ഇവിടെ? CK ഉണ്ട് അല്ലേ? അപ്പൊ CK വിനീതിന്റെ ആടാണ് കളിക്കുന്നത്. അപ്പൊ ഒരു ഇതുണ്ടോ? ഓ പിന്നെ നമ്മളെ ബെൽഫോർഡിന്റെ കൂടെ കളിച്ച പ്ലെയർ അല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു മാച്ചായിട്ട് കാണാം. അത്രേ ഉള്ളൂ. ബെൽഫോർഡിന്റെ കഴിഞ്ഞ കളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബെൽഫോർഡ് കഴിഞ്ഞ കളി അത്യാവശ്യം നന്നായി രീതിയിൽ കളിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ആള് ഫോം ചെയ്ത് കളിച്ചിട്ടുണ്ട്. ഗനിയാണല്ലോ ഗോൾ വേട്ടയിൽ ഇപ്പം മുന്നിലുള്ളത്. ഇന്നും ഗനിയുടെ ഗോൾ ഉണ്ടാവും. ഇന്ന് ഷുവർ ആയിട്ടുണ്ടാവും, ഉറപ്പാണ്. നാദാപുരംകാരനാണ്, എന്തായാലും ഗോൾ എന്തായാലും ഉറപ്പാണ്. ചേട്ടാ, കാലിക്കറ്റ് എഫ് സിയുടെ ഫാനാണോ? കാലിക്കറ്റ് എഫ് സിയുടെ ഫാനാണോ? അങ്ങനെയൊന്നുമില്ല. ആരാണോ നന്നായിട്ട് കളിക്കുന്നത് അവരുടെ ഫാനാണ്. മനസ്സിലായില്ലേ? ഇവിടെ ചിലപ്പോൾ കാലിക്കറ്റിനായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ടീമിനായിരിക്കും. എല്ലാവരും ഫുട്ബോളാണ്, സ്പോർട്സ് ആണ്. അത് നല്ലവരെ ആര് കളിക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യും, അവര് ജയിക്കുകയും ചെയ്യും. അങ്ങനെയാണുള്ളത്. ഇന്നിപ്പോ ആർക്കായിരിക്കും സാധ്യത? ഇന്നിപ്പോ ആർക്കാ സാധ്യത കാണുന്നത്? അതറിയില്ല. അങ്ങനെയാണ് ഫുട്ബോളേഴ്സ്. ഓരോ ദിവസം ഓരോ കളിയായിരിക്കല്ലോ അല്ലെ? ഫുട്ബോൾ ആയതുകൊണ്ട് നമുക്ക് പ്രവചിക്കാനും പറ്റും. പറയുന്നില്ല. ഞാൻ ഇവിടുത്തെ സ്പോർട്സ് കൗൺസിൽ മെമ്പറായിരുന്നു, ഫുട്ബോൾ അസോസിയേഷന്റെ മെമ്പറായിരുന്നു. ഇവിടെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴേ അറിയാലോ, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല മത്സരം കാണാം. നല്ല മത്സരം കാണാം. അതാണ് വേണ്ടത്. മത്സരത്തിൽ ആരാണോ സ്മാർട്ടായി കളിക്കുന്നത് അവര് ജയിക്കട്ടെ. തോറ്റവരെ നിരാശപ്പെടുകയും ചെയ്യരുത്. അവർക്കും ഭാവി ഉണ്ടല്ലോ. ചേട്ടാ, ഇപ്പൊ കാലിക്കറ്റ് എഫ് സിയുടെ ഫാൻ ഒന്നല്ല, എന്താ ഒരു ആരമില്ലാത്ത ഇവിടെ ഞങ്ങൾ കാലിക്കറ്റ് എഫ് സിയുടെ ആരാധകരായിട്ട് അല്ലെ? അപ്പൊ ഇന്ന് നമ്മൾ ജയിച്ചിരിക്കും അല്ലെ? ജയിച്ചിരിക്കും, ഉറപ്പാണ്. കാലിക്കറ്റ് എഫ് സി ജയിച്ചിരിക്കും അല്ലേ? ഇന്ന് ആര് ജയിക്കും? കാലിക്കറ്റ് എഫ് സി ജയിക്കും. എത്ര ഗോളിന്? 2-1. ആരായിരിക്കും ഗോൾ അടി? ബെൽഫോർട്ട്. ബെൽഫോർട്ടിന്റെ ഗോൾ ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല അല്ലെ?